ഇപ്പോൾ സംവിധായകൻ തുളസീദാസ് നമ്മോടൊപ്പം ഉണ്ട്. ശ്രീ തുളസീദാസ്, താങ്കൾക്കെതിരെയും ഇത്തരത്തിലൊരു ആരോപണം രംഗത്ത് വരുന്നുണ്ട്. അതെ അതെ ഞാൻ കേട്ടു. എനിക്കത് കേട്ടപ്പോൾ ഒരു അത്ഭുതമായിട്ടാണ് തോന്നിയത്. കാരണം എന്താണെന്ന് വെച്ചാൽ നടക്കാത്തൊരു കാര്യമാണ് ഗീതാ വിജയൻ ഉന്നയിച്ചിരിക്കുന്നത്. അത് എന്താണ് അതിന്റെ അജണ്ട എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം അങ്ങനെ ഒരു സംഭവം എന്റെ സെറ്റിൽ നടന്നിട്ടില്ല. ഞാനുമായിട്ട് ഉള്ള ഒരു പ്രശ്നം നടന്നിട്ടില്ല. വളരെ സന്തോഷമായിട്ട് ഷൂട്ടിംഗ് കഴിഞ്ഞ് പോയ ഒരു ആർട്ടിസ്റ്റാണ് ആ സെറ്റിൽ നിന്ന്. പിന്നെ റോഡ് ലേശം കുറഞ്ഞുപോയി എന്ന് ഒരു പരാതി എന്നോട് ആ സമയത്ത് പറഞ്ഞിരുന്നു. അത് ഞാൻ പറഞ്ഞു ഇത്രേ ഉള്ളല്ലോ റോഡ്. രാജാട്ടം എന്നുള്ള സിനിമ എന്ന് പറഞ്ഞാൽ അത്ര ഉള്ള റോഡ്. സിദ്ദിഖിന്റെ ഒരു പേരായിട്ടാണ് അത് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരു റോഡ്. അതായത് അത്രേ ഉള്ള അതില് ക്ലൈമാക്സിലാണ് അതിന് കൂടുതലും പ്രാധാന്യം ഉള്ളത് എന്നൊക്കെ അന്ന് പറഞ്ഞതാണ്. പിന്നെ അങ്ങനെ ഒരു സന്തോഷമായിട്ട് പിരിഞ്ഞു പോയ ഒരു ആർട്ടിസ്റ്റ് ഇപ്പോൾ എന്റെ പേരിൽ ഒരു 91-ലാണ് ആ സിനിമ നടന്നത്. ഇപ്പോൾ ഒരു കംപ്ലൈന്റുമായിട്ട് വന്നേക്കുന്നെന്ന് പറഞ്ഞാൽ എനിക്കത് സത്യത്തിൽ വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. എന്താണ് ഇതിന്റെ പിന്നിലെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ കോളിംഗ് ബെല്ല് റൂമിന്റെ അടിച്ചതടക്കമുള്ള കാര്യങ്ങൾ, ശല്യപ്പെടുത്തിയതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അല്ല, എനിക്ക് അങ്ങനെ ഒരു കോളിംഗ് ബെല്ല് അടിച്ചിട്ട് ഒരു ആർട്ടിസ്റ്റിന്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യേണ്ട കാര്യം എനിക്കില്ല. കാരണം ഞാൻ ഒന്നാമത് ആ സിനിമ ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരു തുടക്കക്കാരനാണ്. ഞാൻ വന്നുകൊണ്ടിരിക്കുന്ന കൗതുക വാർത്തയെ കഴിഞ്ഞ് എക്സ്പേർട്ട് കഴിഞ്ഞ് അങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ്. എനിക്ക് സത്യത്തിൽ ഞാനപ്പോഴ് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു വരാൻ വേണ്ടി നിൽക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ ആ ആർട്ടിസ്റ്റിനോടൊന്നും അങ്ങനെ ഒരു ഡയറക്ടറാണ്. അപ്പോൾ ഒരു ആർട്ടിസ്റ്റിനോട് ഞാൻ ബഹുമാനമായിട്ട് നല്ല രീതിയിലാണ് പെരുമാറിയിട്ടുള്ളത്. അതിൽ അവിടെ ഉർവശി ഉണ്ടായിരുന്നു, സിദ്ദിഖുണ്ട്, ജയറാം, മനോജ് കജയനൊക്കെ ഉള്ള ഒരു സിനിമയാണ്. അങ്ങനെ എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് അവിടെ നടന്നിട്ടുള്ളതെന്നാണെങ്കിൽ അവർക്ക് തുറന്നു പറയാമായിരുന്നല്ലോ ഗീതാ വിജയന്. അതും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു മുഖം മുറിഞ്ഞിട്ടുള്ള ഒരു സംഭവം ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടില്ല. അങ്ങനെ കോളിംബെല്ല് അടിച്ചിട്ടുമില്ല. ഞാൻ അങ്ങനെ കോളിംബെല്ല് അടിച്ചിട്ട് പോകേണ്ട കാര്യമൊന്നും എനിക്കില്ല. അങ്ങനെ വേണമെങ്കിൽ എനിക്ക് എന്റെ മുറിയിൽ ഫോണിൽ വിളിച്ച് സംസാരിക്കാമല്ലോ. അല്ലാതെ കോളിംബെല്ല് അടിച്ചിട്ട് ബഹളം ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. അത്രയ്ക്ക് ഒരു മണ്ടനൊന്നും അല്ല ഞാൻ. അപ്പൊ അതൊക്കെ ഇതിന്റെ പിന്നീട് എനിക്ക് മനസ്സിലാവുന്നില്ല. സത്യത്തിൽ ഇതെന്തിനാണ് ഇപ്പൊ ഇങ്ങനെ പറഞ്ഞേക്കണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും ഗീതാ വിജയൻ ഇതുമായി ബന്ധപ്പെട്ട് താങ്കളോട് വിയോജിപ്പോ അല്ലെങ്കിൽ അതിനുള്ള എതിർപ്പൊക്കെ അറിയിക്കുന്ന ഏതെങ്കിലും ഘട്ടം ഉണ്ടായിട്ടുണ്ടോ? ഫോണിലൂടെ അല്ലാതെ എങ്ങാണോ? ഒരു ഘട്ടം ഉണ്ടായിട്ടില്ല. ഇതിനു മുമ്പും ഇല്ല, അതിന് ശേഷവും ഇല്ല, ഒന്നുമില്ല. അതിനുശേഷം ഞങ്ങൾ എറണാകുളത്ത് വെച്ചൊരു മീറ്റിംഗിൽ അവർ ഫംഗ്ഷനിൽ അങ്ങനെ കണ്ട് ഞങ്ങൾ ഷേക്കൻഡ് ചെയ്ത് വളരെ സന്തോഷമായിട്ട് സംസാരിച്ചു പോയ ഒരു ആർട്ടിസ്റ്റാണ്. അപ്പോ ഞാൻ സത്യം പറഞ്ഞാൽ ഗീതാ വിജയനെയൊക്കെ പിന്നെ ഒരു സിനിമയ്ക്ക് വിളിച്ചിട്ടില്ല. അത് മനഃപൂർവ്വമല്ല. നമ്മളൊരു സിനിമ പ്ലാൻ ചെയ്യുമ്പോൾ ഓരോ കഥാപാത്രത്തിനനുസരിച്ച് ഒരു റൈറ്ററും ഡയറക്ടറും എല്ലാം കൂടെ തീരുമാനിക്കുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളത് ആരെങ്കിലും ഇതിന്റെ പിന്നിലുണ്ടെന്ന് കരുതുന്നുണ്ടോ? അല്ല, അതൊന്നും എനിക്കിപ്പോ പറയാൻ പറ്റില്ല. ആരാണ് എന്റെ പിന്നിലുള്ളതെന്നൊന്നും നമുക്കൊന്നും പറയാൻ പറ്റില്ല. അത് അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നത് എന്താണെന്ന് അറിയില്ല. എനിക്കൊരു അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ പരാതികൾ കിട്ടിയ സ്ഥിതിക്ക് ഇതിനൊക്കെയായി ഒരു അന്വേഷണ സംഘം ഉണ്ട്. അവർ ആദ്യ യോഗം നാളെ ചേരുകയാണ്. ഒരുപക്ഷെ അന്വേഷണ സംഘത്തിന്റെ താങ്കളെ അടക്കം വിളിപ്പിച്ചേക്കാം. കാരണം ഇങ്ങനെ പരാതി വന്ന സ്ഥിതിക്ക് തീർച്ചയായിട്ടും ഞാൻ അതിന് സഹകരിക്കും. എനിക്ക് ഇങ്ങനെ ഒരു പേരുദോഷം ഉണ്ടായി എന്ന് തോന്നുകയാണെങ്കിൽ ഞാനത് മാനനഷ്ട കേസ് ഞാനും ഫയൽ ചെയ്യും. കാരണം എന്ന് വെച്ചാൽ അത് ഉണ്ടായി. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ അത് ചെയ്യും. അത് ഇതൊന്ന് തെളിയട്ടെ, ഇത് ക്ലിയർ ആയിട്ട് ഞാൻ ചെയ്യും. തിരിച്ച് കേസ് കൊടുക്കുമോ? മാനനഷ്ടത്തിന് കേസ് കൊടുക്കുമോ? എന്താ, തീർച്ചയായിട്ടും കേസ് കൊടുക്കണമല്ലോ. ഞാൻ കേസ് കൊടുക്കും. കാരണം എന്താ വെച്ചാൽ അങ്ങനെ ഒരു ആവശ്യമില്ലാത്ത ഒരു ഒന്നുമില്ലാത്ത ഒരു ഇത് ഇപ്പൊ ഒരു കംപ്ലൈന്റുമായിട്ട് വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അത് ചെയ്യണമല്ലോ. അത് ഞാൻ ചെയ്യും. ഓക്കെ, ശരി തുളസീദാസ്. താങ്ക് യു.